വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായർ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാൻ എത്തി. ആലുവ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകണമെന്ന സന്ദീപിന്റെ ആവശ്യം CJM കോടതി അംഗീകരിച്ചിരുന്നു. വിവരങ്ങളുമായി VG വിനീത ചേർന്നു. വിനീത, സന്ദീപ് തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് മൊഴി നൽകൽ കോടതിയുടെ മുൻപാകെ രഹസ്യമായിട്ടുള്ള മൊഴി എടുപ്പാണോ നടക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഇപ്പോൾ സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. CJM കോടതിയിലാണ് തനിക്ക് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നും തന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദീപ് നായർ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് CJM കോടതി ഇതിന് അനുവാദം നൽകുകയും ഇപ്പോൾ ഈ ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 2-ാം കോടതിയിൽ ഇരുന്നുകൊണ്ട് സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു രഹസ്യമൊഴി നൽകുന്നത് കൊണ്ടോ കേസിൽ തന്നെ മാപ്പുസാക്ഷിയാക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നും കോടതി ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മാപ്പുസാക്ഷിയാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് NIA സംഘവും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇപ്പോൾ സന്ദീപ് നായരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നൽകുന്ന മൊഴി തനിക്ക് തന്നെ നാളെ ചിലപ്പോൾ തനിക്കെതിരെയുള്ള ഒരു തെളിവാകാൻ സാധ്യതയുണ്ട് എന്ന് സന്ദീപ് നായർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സന്ദീപ് നായരുടെ ആവശ്യപ്രകാരമാണ് CRPC 164 പ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. ആലുവ മജിസ്ട്രേറ്റ് മുന്നിൽ സന്ദീപ് നായർ മൊഴി നൽകാൻ എത്തിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ വ്യക്തത തേടി NIA കോടതി. സ്വർണ്ണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ളവരുടെയും ലാഭമുണ്ടാക്കിയവരുടെയും പട്ടിക നൽകാൻ NIAക്ക് നിർദ്ദേശം നൽകി. FIR-ലെ ചാർജുകൾക്ക് തെളിവ് നൽകണം. തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ഡയറി നാളെ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. സർക്കാർ ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പായേക്കും. ആരോഗ്യമന്ത്രി KK ശൈലജ സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്തുന്നു. കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് ഡോക്ടർമാരുടെ സമരം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് മാത്രമായിരുന്നോ? എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത് ആരോഗ്യമന്ത്രിയുമായി? ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ഏക ആവശ്യം സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായാണ് ചർച്ച നടത്തിയത്. പ്രൈവറ്റ് സെക്രട്ടറിയുമായുള്ള ചർച്ചയിൽ സമരം പിൻവലിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന ഉറപ്പ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് സംസ്ഥാന നേതാക്കളുമായും കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളുമായും ഡോക്ടർമാർ സംസാരിച്ചതിന് ശേഷം ഇത്തരത്തിൽ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 മണിയോടുകൂടി, അതായത് അല്പസമയത്തിനകം തന്നെ മന്ത്രി നേരിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ചർച്ച നടത്തും. ഇത്തരത്തിൽ സമരം പിൻവലിച്ചു കഴിഞ്ഞാൽ, അതായത് നാളെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇത്തരത്തിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം പൂർണ്ണമായി പിൻവലിച്ചു കഴിഞ്ഞാൽ നിലവിലെ സസ്പെൻഷൻ പിൻവലിക്കാം എന്നുള്ള ഉറപ്പ് മന്ത്രി നൽകുകയാണെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം അവർ സമരം പിൻവലിച്ചതായി മാധ്യമങ്ങളെയും അറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായി തുടർന്നു വന്നിരുന്ന പ്രതിഷേധങ്ങൾക്കും സൂചനാ പണിമുടക്കുകൾക്കുമെല്ലാം അവസാനമാകും. ഒപ്പം നാളെ നടത്താനിരുന്ന സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജിലെയും OP ബഹിഷ്കരണ സമരം അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിന് തന്നെ വ്യക്തത വരും. നിലവിൽ ലഭിക്കുന്ന സൂചന പ്രകാരം സർക്കാർ മുന്നോട്ട് വെച്ച ഉപാധി, അതായത് ആദ്യം സമരം പിൻവലിക്കൂ, അതിനുശേഷം സസ്പെൻഷൻ പിൻവലിക്കാമെന്ന ഉപാധി, അത് ഇപ്പോൾ ഡോക്ടർമാർ ഒരു പരിധിവരെ അംഗീകരിച്ചതാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ്. ഏതായാലും ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പായേക്കുമെന്നുള്ള സൂചനകളാണ്. ആരോഗ്യമന്ത്രിയുമായി ഡോക്ടർമാരുടെ സംഘടന ചർച്ച നടത്തുകയാണ് ഇപ്പോൾ. ഇതിനിടെ സർക്കാരിനെതിരെ IMAയുടെ രൂക്ഷ വിമർശനം. ആരോഗ്യ വിദഗ്ധരെ മൂലക്കിരുത്തി ഉദ്യോഗസ്ഥ മേൽനോട്ടത്തിൽ മഹാമാരിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തേതെന്ന് IMA വിമർശിച്ചു. രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെന്നും ഇന്ത്യൻ അസോസിയേഷൻ ആരോപിച്ചു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് CEO UV ജോസിനെ CBI ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് CBI ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. യൂണിടാക് MD സന്തോഷ് ഈപ്പൻ പണം നൽകിയതിലും ഫോൺ നൽകിയതിലും അഴിമതി ഉണ്ടെന്നും CBI അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേർന്നു. ഡാനി, രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ, 11 മണിയോടുകൂടി തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. അപ്പോൾ വളരെയധികം നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് കേസുമായി ബന്ധപ്പെട്ട് CBI നടത്തുന്നത് എന്ന് വേണമോ അനുമാനിക്കാൻ? വിശദാംശങ്ങൾ. അപർണ, ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഇതുവരെ നടത്തിയ ചോദ്യം ചെയ്യൽ, വിവരശേഖരണം, ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ CEO UV ജോസ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഇന്ന് എത്തിയിരിക്കുന്നു. 11 മണിക്കാണ് അദ്ദേഹം ഇവിടെ കൊച്ചിയിലെ ഓഫീസിലെത്തിയത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും മണിക്കൂറുകൾ പിന്നിട്ട് ഇപ്പോഴും അത്
തുടരുക തന്നെയാണ്. അദ്ദേഹത്തിനൊപ്പം തന്നെ ലൈഫ് മിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായ അജിത് കുമാറും അതോടൊപ്പം ബാബുക്കുട്ടൻ നായരും അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. ഈ 3 പേരെയും ഒരുമിച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം നേരത്തെ വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറി മുഹമ്മദ് അനസും എത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നീട് അവരെ ആദ്യം 1 മണിക്കൂറിന് ശേഷം അവരെ പോകാൻ അനുവദിക്കുകയായിരുന്നു. പിന്നീട് ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ രേഖകൾ അതിന്റെ ഒരു അസൽ പകർപ്പ് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസിന്റെ പക്കലാണ്. എങ്കിലും അതിന്റെ ഒരു പകർപ്പ് സഹിതമാണ് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സാധ്യതകളും അതിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്ന് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കാവുന്ന നേരത്തെ നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ, അതോടൊപ്പം തന്നെ പൊതു യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു കമ്പനികളും ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം അജണ്ടകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇക്കാര്യത്തിൽ CBI അതിന്റെ വിശദാംശങ്ങൾ തരും. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിലും ഇത് സംബന്ധിച്ച ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ ഇത് സംബന്ധിച്ചുകൊണ്ട് അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി പരിഗണിച്ചിരുന്നു. ഇതിൽ ഈ ഹർജി വിധി പറയുന്നതിന് വേണ്ടി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം അന്വേഷണം ഇപ്പോൾ തുടരാൻ ആ രീതിയിലാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ CBI അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലും അന്വേഷണം തുടരുക എന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി നിലപാടെടുത്തിരുന്നത്. എന്തായാലും വ്യാഴാഴ്ച ഈ 2 ഹർജിയും സർക്കാരിന്റേതും അതോടൊപ്പം തന്നെ യൂണിടാക് MD സമർപ്പിച്ച ഹർജിയും അതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. അപർണ. ഓക്കെ, റൈറ്റ്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. UV ജോസിന്റെ മൊഴിയെടുക്കൽ തുടരുകയാണ് ഇപ്പോൾ. ഐഫോൺ വിവാദത്തിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വക്കീൽ നോട്ടീസ് അയച്ചു. 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതും അടിസ്ഥാനരഹിതമാണെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. വിവാദമുണ്ടാക്കിയത് CPM ആണെന്നും തിരക്കഥയ്ക്ക് പിന്നിൽ കോടിയേരി ബാലകൃഷ്ണനാണെന്നും ചെന്നിത്തല ആരോപിച്ചു. 100% ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതിന്റെ തിരക്കഥ കോടിയേരിയുടേത് തന്നെയാണ്. 100%. അത് ഞാൻ തെളിയിക്കുമല്ലോ. ഞാനിത് തെളിയിക്കാൻ പോവാണ്. ഇത് ആരുടെ ഫോണെന്നുള്ളത്. അതിനുവേണ്ടി അവസാനം വരെ ഞാൻ പോരാട്ടം നടത്തും. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം. 60 ദിവസം പിന്നിട്ടതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. എന്നാൽ NIA കേസിൽ റിമാൻഡിലായതിനാൽ സ്വപ്ന ജയിലിൽ തന്നെ തുടരും. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, സാങ്കേതികമായി മാത്രം ലഭ്യമാകുന്ന ജാമ്യമാണ്. ജയിലിൽ തന്നെ സ്വപ്ന തുടരുമെന്നുള്ള സൂചനകളും ജാമ്യം അനുവദിച്ചുകൊണ്ട് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയുണ്ടായോ കോടതി? 60 ദിവസം പൂർത്തിയായിട്ടും ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി സ്വപ്ന സുരേഷിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികം അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ ജാമ്യം എന്ന് പറയുമെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന്റെ ഒരു വീഴ്ച എന്നതിൽ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ റമീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നിർണായകമായ ഒരു കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു സൂചന തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ കസ്റ്റംസ് കേസിൽ മാത്രമാണ് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ NIAയുടെ കേസുണ്ട്, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒക്കെ നിലവിലുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ UAPA ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിന് ജയിൽ മോചിതനാകാൻ പറ്റത്തില്ല. എങ്കിൽ പോലും കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി തന്നെ ഈ ജാമ്യത്തിനെ വിലയിരുത്തേണ്ടി വരും. അപർണ. സിജോ വിജോണാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന കാരണം മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ്. അത് അന്വേഷണ സംഘത്തിന് വിഷയമായി തന്നെ വിലയിരുത്തേണ്ടി വരുമെന്നുള്ള വ്യാഖ്യാനം കൂടി ഉയരുകയാണ് ഈ അവസരത്തിൽ. സംസ്ഥാനത്തെ നടുക്കി വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. തൃശൂർ പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. പരിക്കേറ്റ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. RSS ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയായ 26-കാരന്റെ കൊലപാതകം. ഇന്നലെ രാത്രി 10-നും 11-നും ഇടയിൽ കുന്നംകുളം ചിറ്റിലങ്ങാടാണ് ദാരുണമായ സംഭവം. സുഹൃത്തിനെ വീട്ടിലാക്കാൻ 2 ബൈക്കുകളിലായി എത്തിയപ്പോഴാണ് അക്രമി സംഘം സനൂപിനെ ആക്രമിച്ചത്. വയറിന് ഇടതുവശത്ത് കുത്തേറ്റ സനൂപ് തൽക്ഷണം മരിച്ചു. പ്രദേശത്തെ CPMന്റെ യുവനേതാവായ സനൂപിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും അച്ഛനെയും നഷ്ടമായിരുന്നു. കുത്തേറ്റ വിപിൻലാലിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ വിപിൻലാൽ അപകടനില തരണം ചെയ്തിട്ടില്ല.
കൂടെയുണ്ടായിരുന്ന ജിതിനും അഭിജിത്തിനും സാരമായ പരിക്കുകളുണ്ട്. പ്രദേശത്തെ നന്ദൻ എന്നു പേരുള്ളയാളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് പരിക്കേറ്റവർ മൊഴി നൽകി. നന്ദനും സനൂപിന്റെ സുഹൃത്തും തമ്മിൽ കഴിഞ്ഞ ദിവസം വാക്കേറ്റമുണ്ടായിരുന്നു. ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകമെന്നും അക്രമികൾ RSS ബജ്രംഗ് ദൾ പ്രവർത്തകരാണെന്നും മന്ത്രി AC മൊയ്തീൻ. അപ്പോൾ ഈ പ്രദേശത്ത് പാർട്ടി സ്വാധീനത്തിന് തകർക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടി അന്വേഷണത്തിൽ വരട്ടെ. അക്രമികളെ പിടികൂടാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അക്രമികളിൽ 4 പേരെ തിരിച്ചറിഞ്ഞതായി സിറ്റി പോലീസ് കമ്മീഷണർ ആദിത്യ പറഞ്ഞു. 4 പ്രതികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ തെരച്ചിലിൻ്റെ ഊർജിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം എല്ലാ രീതിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതികളെ കിട്ടിയ ശേഷം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ബാക്കി പ്രതികളുടെ ആരോപണ വിധേയനായ നന്ദനെതിരെ 2 ക്രിമിനൽ കേസുകളുണ്ട്. നേരത്തെ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തിയ നന്ദൻ ഇപ്പോൾ RSSന്റെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകനാണ്. അക്രമത്തിൽ പങ്കില്ലെന്നാണ് BJP വിശദീകരണം. ന്യൂസ് 18 തൃശൂർ. തൃശൂർ പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിന്റെ മരണത്തിൽ പങ്കില്ല എന്ന് BJP. കൊല്ലപ്പെട്ടവരും കൊന്നവരും CPMകാരാണ്. BJPക്കോ സംഘപരിവാറിനോ ബന്ധമില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് K അനീഷ് കുമാർ പറഞ്ഞു. ആ കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരുവിധ തരത്തിലുള്ള ബന്ധവുമില്ല. ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ചു. ആ സംഭവത്തിൽ കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവരെല്ലാം തന്നെ സജീവ CPM പ്രവർത്തകരാണ്. കൊല്ലപ്പെട്ടവരും അവർക്കൊപ്പമുണ്ടായിരുന്നവരും അവരും CPM പ്രവർത്തകരാണ്. അപ്പോൾ ആക്രമിച്ചവരും ആക്രമിക്കപ്പെട്ടവരും CPM പ്രവർത്തകരാണ്. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്നാണ് CPMന്റെ ആരോപണം. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിശദീകരണങ്ങളും ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായി പൂർണ്ണമായും CPMന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണോ BJP? അപർണ, ചിറ്റിലങ്ങാട് കൊലപാതകത്തിൽ RSS ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്നാണ് CPM ആരോപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. BJP ബജ്രംഗ് ദൾ പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരോ BJP പ്രവർത്തകരോ അല്ല ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് തൃശൂർ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് K അനീഷ് കുമാർ പറയുന്നത്. ഇതിൽ കൊല്ലപ്പെട്ടവരും കൊന്നവരും CPMകാർ തന്നെയാണ്. രാഷ്ട്രീയ കൊലപാതകം ആണ് ഇത് എന്നാണ് മന്ത്രി AC മൊയ്തീൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് CPMന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം മൂലമാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഏത് ഗ്രൂപ്പാണ് കൊല നടത്തിയത് എന്നത് AC മൊയ്തീനാണ് വെളിപ്പെടുത്തേണ്ടത്. കൊല നടത്തിയ മുഖ്യപ്രതി നന്ദൻ നേരത്തെ CPMന്റെ ഗുണ്ടയായിരുന്നു. നേരത്തെ, അതായത് വിവേക് എന്ന RSSന്റെ മണ്ഡൽ കാര്യവാഹകിന്റെ കൊലപാതക ശ്രമത്തിലെ 1ാം പ്രതിയായിരുന്നു നന്ദൻ. ഇയാൾക്കെതിരെ 8 കേസുകൾ നിലവിലുണ്ട്. നന്ദന്റെ കൂടെ ഉണ്ടായിരുന്നവരും CPMന്റെ സജീവ പ്രവർത്തകരാണ്. ഒപ്പം ലൈഫ് മിഷൻ തട്ടിപ്പിൽ നിന്ന് തന്റെ പേരുള്ള ആരോപണം തിരിച്ചുവിടാൻ വേണ്ടിയാണ് AC മൊയ്തീൻ ശ്രമിക്കുന്നത്. ചിറ്റിലങ്ങാട് നന്ദൻ എല്ലാ കാലത്തും CPMന്റെ ഗുണ്ടയായി ഇരുന്ന ആളാണ്. ഒപ്പം ഇന്നലെ രാത്രി 10 മണിക്കാണ് കൊലപാതകം നടന്നത്. തുടർന്ന് മന്ത്രി AC മൊയ്തീൻ രാവിലെ 10 മണിക്ക് വന്ന് മൃതദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് ഇൻക്വസ്റ്റും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നാണ് BJP സുവി വിശ്വനാഥൻ. PU സനൂപിന്റെ മരണത്തിൽ പങ്കില്ല എന്ന് BJPയുടെ വിശദീകരണം. 6 ആഴ്ചയ്ക്കിടെ സംസ്ഥാനത്തുണ്ടായത് 5 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. DYFI പ്രവർത്തകരാണ് 4 സംഭവങ്ങളിലും കൊല്ലപ്പെട്ടത്. എന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടരുമ്പോഴും പ്രധാന പാർട്ടികൾ പരസ്പരം പഴിചാരുകയാണ്. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു. ഓഗസ്റ്റ് 18-ന് കായംകുളത്ത് CPM അംഗവും DYFI പ്രാദേശിക നേതാവുമായ സിയാദ് കൊല്ലപ്പെട്ടു. കോൺഗ്രസാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു CPMന്റെ ആരോപണം. കോൺഗ്രസ് കൗൺസിലറെ ഉൾപ്പെടെ കേസിൽ അറസ്റ്റ് ചെയ്തു. വെഞ്ഞാറമൂട്ടിലെ ഇരട്ടക്കൊലപാതകമായിരുന്നു അടുത്തത്. ഓഗസ്റ്റ് 30-നാണ് DYFI പ്രവർത്തകരായ ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും കൊലപ്പെടുത്തിയത്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളടക്കം കേസിൽ ജയിലിലാണ്. ഗൂഢാലോചനയിൽ ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. കണ്ണൂരിൽ SDPI പ്രവർത്തകനായ സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയത് സെപ്റ്റംബർ 8-ന്. ABVP പ്രവർത്തകനായിരുന്ന ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 7ാം പ്രതിയായിരുന്നു സലാഹുദ്ദീൻ. BJPയാണ് സലാഹുദ്ദീനെ കൊന്നതെന്നാണ് ആരോപണം. ഇന്നലെ കുന്നംകുളത്ത് കൊല്ലപ്പെട്ട സനൂപ് CPM ബ്രാഞ്ച് സെക്രട്ടറിയും DYFIയുടെ സജീവ പ്രവർത്തകനുമാണ്.
BJPയും കോൺഗ്രസും ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM പ്രവർത്തകരുടെ ആത്മസംയമനത്തെ കൊലപാതകങ്ങൾ നടത്തി വെല്ലുവിളിക്കുന്ന അക്രമ രാഷ്ട്രീയ സംസ്കാരം ഉപേക്ഷിക്കാൻ ഇരു പാർട്ടികളും തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. അക്രമം അവസാനിപ്പിക്കാൻ CPMഉം BJPയും തയ്യാറാകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. അടിയന്തരമായി പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. BJPയും അക്രമം അവസാനിപ്പിക്കണം, CPMഉം അക്രമം അവസാനിപ്പിക്കണം. ഈ രണ്ട് കൂട്ടരാണ് കേരളത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ നടന്ന 5 കൊലപാതകങ്ങളിൽ 2 കേസുകളിൽ കോൺഗ്രസിന് നേരെയാണ് ആരോപണം. 2 കൊലപാതകങ്ങളിൽ സംഘപരിവാർ സംഘടനകളാണ് പ്രതിസ്ഥാനത്ത്. ഇതിനു പുറമെ കണ്ണൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും CPM, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെട്ട സംഘർഷങ്ങളും നിരവധി. ന്യൂസ് 18 തിരുവനന്തപുരം. സഭാ തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമവായ ചർച്ച തുടങ്ങി. 46 വർഷങ്ങൾക്ക് ശേഷമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭാ പ്രതിനിധികളെ ഒരുമിച്ചിരുത്തിയുള്ള ചർച്ച. മുൻപ് നടത്തിയ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഇരുവിഭാഗത്തെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ച. വിവരങ്ങളുമായി SS ശരൺ ചേർന്നു. ശരൺ, അപ്പോഴും ഇരുവിഭാഗങ്ങളും ആവശ്യപ്പെടുന്നത് മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഹിതപരിശോധന വേണമെന്ന് യാക്കോബായ സഭയും അതോടൊപ്പം തന്നെ ഈ കോടതി വിധി നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ചർച്ച നടക്കുക? സർക്കാരിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? അപർണ, സഭാ തർക്ക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇരുവിഭാഗങ്ങളും ഒരുമിച്ച് ഇരുന്നുള്ള ചർച്ച നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിൽ ഈ 2 വിഭാഗങ്ങളും ഒരുമിച്ചുള്ള ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വിഭാഗങ്ങളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് യാക്കോബായ സഭ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചർച്ചകളിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയിലും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിശ്വാസികളുടെ അവകാശം സംരക്ഷിക്കാനായിട്ട് നിയമനിർമ്മാണം വേണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം യാക്കോബായ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ തർക്കം നിലനിൽക്കുന്ന ഇടവകകളിൽ ഹിതപരിശോധന വേണമെന്നും ഹിതപരിശോധന നടത്തി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളി ഭരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് യാക്കോബായ സഭ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. യാക്കോബായ സഭ ഈ ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചർച്ചയിൽ മുന്നോട്ട് വച്ചപ്പോൾ തന്നെ ഓർത്തഡോക്സ് സഭ അത് പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ നിലപാടെടുക്കുന്നത് സുപ്രീം കോടതി വിധി പൂർണ്ണമായും തന്നെ നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. മറ്റ് രീതിയിലുള്ള ചർച്ചകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നും ഓർത്തഡോക്സ് സഭ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 2 സഭകളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് വലിയ വെല്ലുവിളി സർക്കാരിനെ സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ ഒരുമിച്ച് ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്തുണ്ട്. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണന്റെ ആത്മഹത്യാ ശ്രമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷയും അക്കാദമി സെക്രട്ടറിയോടും റിപ്പോർട്ട് ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഹാത്രസ് പെൺകുട്ടിയുടെ കുടുംബം. ജീവന് ഭീഷണിയുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഡൽഹിയിലേക്കോ സുരക്ഷിതമായ മറ്റ് സ്ഥലത്തേക്കോ താമസം മാറാൻ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജാതി വിവേചനം നേരിടുന്നതായും പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോഴും പ്രതിപക്ഷ നേതാക്കൾ വീട് സന്ദർശിച്ച് ആശ്വസിപ്പിക്കുമ്പോഴും ഹാഥ്രസിൽ ഇനിയുള്ള നാളുകൾ സുരക്ഷിതമല്ലെന്നാണ് കുടുംബത്തിന് പറയാനുള്ളത്. കടുത്ത ജാതി വിവേചനമാണ് കുടുംബം ഇവിടെ നേരിടേണ്ടി വരുന്നത്. മകൾ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടും കുടുംബത്തിനെതിരായ വേട്ടയാടൽ അവസാനിച്ചിട്ടില്ല. ജീവന് ഭീഷണിയുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. हमको रास्ता डर भयभीत हो रहे हैं, मेरा परिवार पूरा भयभीत हो रहा है. हाँ, तो इसलिए हमने सुरक्षा भी चाहिए हमें रहने के लिए और हमें यहाँ से शिफ्ट होने के लिए ऑफर कर. യുപിയിലെ തന്നെ അലിഗഡിലേക്കോ ഡൽഹിയിലേക്കോ മാറ്റണമെന്നാണ് സർക്കാരിനോടുള്ള ഇവരുടെ അഭ്യർത്ഥന. അന്വേഷണത്തിനായി വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തോടും കുടുംബം ഇക്കാര്യം ആവശ്യപ്പെട്ടു.
सूट लेके आए, सैंडल लेके आए, अभी भी रखे हुए जो मैं देखती हूँ तो मेरे अंदर से ऐसा लगता है कि कब आएंगे तो कब ये सब चीज यूज करेंगे आगे। आपको विश्वास नहीं होता तो मैं दिखा सकती हूँ। नहीं, हमको पूरा विश्वास है, हम जो भी कह रहे हैं। हम लोग गरीब कह सकते हैं मगर दिल के गरीब नहीं, कोई अपने बच्चे की सब इच्छा पूरी करता है। CBI അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന കുടുംബം സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഹാത്രസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ ഉത്തർപ്രദേശ് പോലീസ് ദഹിപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെൺകുട്ടിയെ പോലീസ് ബന്ധുക്കളെ പോലും കാണിക്കാതെ ദഹിപ്പിച്ചത്? ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഹാത്രസിൽ നിന്നും ന്യൂസ് 8 വേണ്ടി ബിനു ബൈസിൽ. ജമ്മു കാശ്മീരിലെ പാംപോറിൽ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. പെട്രോളിംഗ് നടത്തുകയായിരുന്ന സംഘത്തിന് നേരെയാണ് വെടിയുതിർത്തത്. 3 പേർക്ക് പരിക്കേറ്റു. ഭീകരർക്കായി മേഖലയിൽ സൈന്യം തെരച്ചിൽ തുടരുകയാണ്. ലഡാക്കിൽ ഇന്ത്യൻ സേന സുസജ്ജമെന്ന വ്യോമസേനാ മേധാവി RKS ഭഡൂരിയ. തന്ത്രപ്രധാന മേഖലയിലെല്ലാം സേനാ വിന്യാസം പൂർണ്ണമാണ്. ലഡാക്ക് മേഖലയിൽ ചൈനയ്ക്ക് മേൽക്കോയ്മയുണ്ടെന്ന വാദം ഭഡൂരിയ തള്ളി. The details of our deployment I obviously can't go into, but be rest assured that we have deployed strongly and are firmly in place to handle any conflict. അന്തർവാഹിനി കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്മാർട്ട് ടോർപെഡോ മിസൈലിന്റെ പരീക്ഷണം വിജയകരം. ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നാണ് ടോർപെഡോ പരീക്ഷിച്ചത്. സമുദ്രയുദ്ധത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന മിസൈലുകളെക്കാൾ ദൂരം സ്മാർട്ട് ടോർപെഡോകൾക്ക് സഞ്ചരിക്കാനാകും. കപ്പലുകൾക്കും മറ്റ് അന്തർവാഹിനികൾക്കുമെതിരെ ഈ ടോർപെഡോകൾ ഫലപ്രദമാണ്. വൈദ്യശാസ്ത്രത്തിനുള്ള ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം 3 പേർക്ക്. ഹെപ്പറ്റൈറ്റിസ് C രോഗത്തിനെതിരെ മരുന്ന് കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ഹാർവി ജെ ആൾട്ടർ, ചാൾസ് എം റോസ്, ബ്രിട്ടീഷ് പൗരനായ മൈക്കൽ ഹ്യൂട്ടൺ എന്നിവർക്കാണ് നൊബേൽ. ഇനി IPL വാർത്തകൾ. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ജയിക്കുന്ന ടീം ലീഗിൽ 1ാം സ്ഥാനത്തെത്തും. ക്രിസ് മോറിസ് RCB നിരയിൽ മടങ്ങിയെത്തിയേക്കും. ഡൽഹി ടീമിൽ മാറ്റത്തിന് സാധ്യത കുറവാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും.